ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഏത് സാഹചര്യത്തിലാണെങ്കിലും ശരി, രാഷ്ട്രീയത്തിലാകട്ടെ, അതല്ല മതത്തിലാകട്ടെ, ഇനി പൊതുവിഷയത്തിലാകട്ടെ, അതിനകത്തേക്ക് ഞമ്മന്റെ ഒരു ഇരവാദം എപ്പോഴും ഉണ്ടാകും. അതിനെ എപ്പോഴും പ്രതിരോധിച്ച് നിൽക്കാനാണ് PC ജോർജിനെ പോലെയുള്ള ആളുകൾ ശ്രമിക്കാറുള്ളത്. PC പറയാനുള്ള കാര്യങ്ങൾ ഏത് കൊല കൊമ്പന്റെയും മുഖത്ത് നോക്കി പറയും. അതിൽ അറസ്റ്റ് വരും, പേടി, പോലീസ്, കേസ്, ജാമ്യം, റിമാൻഡ്, ഒരു പേടിയുമില്ല. മുസ്ലിങ്ങളുടെ വോട്ട് എനിക്ക് വേണ്ട എന്ന് പറയാൻ ധൈര്യം കാണിക്കാൻ PC ജോർജിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെയും പ്രതിരോധിക്കാൻ PCക്ക് കഴിയും. ഒരു പക്ഷേ മറ്റേതൊരു രാഷ്ട്രീയക്കാരനേക്കാളുമേറെ ഈ മുസ്ലിങ്ങളുടെ രാജ്യവിരുദ്ധതയും ഇസ്ലാം മത തീവ്രവാദവും ഇസ്ലാം മത രാജ്യവാദവും രാഷ്ട്രവാദവും മതമൗലികവാദികളുടെ അപകടം കൃത്യമായ രൂപത്തിൽ അനുഭവിച്ചറിയുകയും അത് തുറന്നു പറയുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് PC ജോർജ്. മറ്റാരെക്കാളുമേറെ. കാരണം രാഷ്ട്രീയക്കാരാകുമ്പോൾ അവിടെയും തൊഴണം, ഇവിടെയും തൊഴണം, അവിടെയും കുനിയണം, ഇവിടെയും കുനിയണം, ചിരിക്കണം, മുൻപല്ലുകൊണ്ട് ചിരിക്കണം, അണപ്പല്ലുകൊണ്ട് കടിച്ചു ഞെരിച്ചാലും ശരി. അങ്ങനെ ഖുർആനിനെ ഒന്ന് പൊക്കണം, ഇസ്ലാമിനെ ഒന്ന് പുകഴ്ത്തണം. കാരണം അവർക്കാണല്ലോ മുസ്ലിം വോട്ട് ബാങ്ക് ഉള്ളത്. അപ്പൊ അങ്ങനെ പോകുന്ന ആ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിങ്ങളുടെ വോട്ട് എനിക്ക് വേണ്ട, ഞാൻ ഈ രാഷ്ട്രത്തിന്റെ താല്പര്യത്തോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദേശീയവാദിയാണ് എന്ന് തെളിയിക്കുക കൂടി ചെയ്ത ഒരു വ്യക്തിയാണ് ശ്രീ PC ജോർജ്. PC വെടക്കാക്കി തനിക്കാക്കുന്ന ഒരു സ്വഭാവം, ആ ഒരു തന്ത്രമാണോ CPM പയറ്റുന്നത്? വെടക്കാക്കി തനിക്കാക്കുക. ഏത് വൃത്തികെട്ട നയം സ്വീകരിക്കുന്നവരാണ്, എനിക്കൊരു സംശയമില്ല. വെടക്കാക്കി തനിക്കാക്കും, വെടക്കാക്കി നശിപ്പിക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷെ സാക്കിർ ഇവിടെ പറഞ്ഞതിലൊരു വലിയ വ്യത്യാസമുണ്ട്. അവര് വലിയ മാന്യന്മാരാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട്ടുണ്ടായ സംഭവം അത് നിഷേധിക്കാൻ പറ്റില്ല. ഞാനിവിടെ പറഞ്ഞല്ലോ, വേണ്ടത് പൂഞ്ഞാറ്റിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുണ്ടായി. എനിക്ക് 28,000 വോട്ട് ജയിച്ച ഞാൻ എങ്ങനെ തോറ്റു? ഞാൻ ആകെ ചെയ്ത പാപം എന്താണെന്നറിയാമോ നമ്പ്യാരെ? ശബരിമലയിലേക്ക് പിണറായി വിജയൻ പെണ്ണുങ്ങളെ കൊണ്ടുപോയി, ഞാൻ കയറി തടഞ്ഞു. സാധ്യമല്ലെന്ന് പറഞ്ഞു. കാരണം ഈ ശബരിമല പൂഞ്ഞാറെ ബന്ധപ്പെട്ട സ്ഥലമാണ്, മനസ്സിലാക്കി. അപ്പോ ഇവിടെ ഇരയായിട്ടുള്ള മുസ്ലിം പെണ്ണുകൾ ഇപ്പോൾ 7 മകനിൽ പ്രസംഗിച്ചു. PC അവർക്ക് ഹിന്ദുക്കളാണ് നമ്മുടെ ശത്രുവാണ്. ഒന്ന് ആലോചിച്ച് അങ്ങനെ പിന്നെ മുസ്ലിങ്ങൾ ചിന്തിക്കാവോ? ആ നിലയിൽ പോയി എന്ത് പറ്റി? 27,000 വോട്ടുള്ള മുസ്ലിമിൽ 300. അതായത് ഇവരുടെ ഈ തീവ്രവാദത്തെയും മതമൗലിക രാഷ്ട്രവാദത്തെയും ആരെതിർത്താലും ശരി അവരെ ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നത് എക്കാലത്തും ഇവരുടെ നയമാണ്. CPM ശ്രമിക്കുന്നത് എന്തിനാ? മുസ്ലിം പ്രീണനത്തിന്. UDF ഇത്രയും കാലവും അധികാരം നിലനിർത്തിയത് എങ്ങനെയാ? മുസ്ലിം പ്രീണനത്തില്. ഇതല്ലാതെ ഇവർക്ക് എങ്ങനെയാ കേരളത്തിൽ നിലനിൽക്കാൻ പറ്റുക? ഞാൻ കണക്കൊക്കെ എടുത്തു, 300 വോട്ട് എനിക്ക് കിട്ടിയ, ബാക്കി മുഴുവൻ അപ്പുറം പോയി. ഞാൻ അങ്ങനെ തോറ്റത്. അപ്പൊ സാക്കിർ പറയുന്നത് മുഴുവൻ ശരിയല്ല. കുഞ്ഞാലിക്കുട്ടി സത്യം അറിയാം, കുഞ്ഞാലിക്കുട്ടി ചോദിക്കില്ല സക്കീർ. അപ്പൊ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, ഞാൻ ഇതിന്റെ പേരിലൊന്നും നിങ്ങളുടെ തർക്കത്തിലൊന്നും ഇല്ല, വഴക്കിലും ഇല്ല. നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം, ഞാൻ എന്റെ രാഷ്ട്രീയം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ PC? ഇനി ഒരു ടേം കൂടി അധികാരമില്ലാതെ ഇരിക്കാൻ കുഞ്ഞാലിക്കുട്ടിക്ക് സാധിക്കുമോ? കാണുകയില്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി കാണില്ല. ഒരു തവണ കൂടെ അധികാരമില്ലാതെ വന്നാൽ മുസ്ലിം ലീഗ് തീർന്നു പോകും. ഓൾ ഇന്ത്യ ലെവലിൽ തീർന്നു പോകും. ഇവിടെ ഓൾ ഇന്ത്യ ലീഗ് എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ലീഗല്ലേ ഉള്ളൂ, വേറെ അവിടെ ലീഗ്. ഇത്തരം സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നരേന്ദ്രമോദിയും അമിത്ഷായും പല തവണ കേരളം പട്ടാള ഭരണത്തിലേക്കാക്കുന്നതിനെ സംബന്ധിച്ച് ചിന്തിച്ചത്. കേരളത്തിൽ നിന്ന് ഈ ഇടതനും വലതനും മാറണം. ഇവിടെ രാഷ്ട്രപതി ഭരണം കൊണ്ടുവന്നാലും ജനങ്ങൾക്ക് നീതിയുക്തമായ രൂപത്തിൽ ഒരു ഭരണം കിട്ടും. അതല്ലെങ്കിൽ ഈ 2 വിഭാഗവും കൂടി ഈ കേരളത്തിൽ പാകിസ്ഥാൻ കൊടി നാട്ടി ജയ് വിളിച്ചിരിക്കും. ഭാരത് മാതാ കി ജയ് എന്ന് പറയാൻ പാടില്ലെന്നും വന്ദേ മാതരം എന്ന് പറയാൻ പാടില്ല എന്നും ദേശീയ ഗാനം ആലപിക്കരുത് എന്ന് പറയാനും ഈ കേരളത്തിന്റെ മണ്ണിൽ പബ്ലിക് വേദികളിൽ നിന്ന് മൈക്കിലൂടെ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ ഇവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാനാണോ ഇവർക്ക് പറ്റാത്തത്? ഭാരത് മാതാ കി ജയ് എന്ന് നമ്മൾ എല്ലാവരും വിളിക്കും. കാരണം നമ്മുടെയൊക്കെ സിരകളിലൂടെ ഓടുന്നത് ഭാരതത്തിന്റെ രക്തമാണ്. ഈ ഭാരതത്തെ സ്നേഹിക്കുക എന്നത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേരേണ്ടുന്ന സ്വഭാവ ഗുണമാണ്. ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് പറഞ്ഞ് കേട്ട് ചൊല്ലിക്കേട്ട് പഠിച്ചവരാണ് നമ്മൾ. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം, ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം എന്ന് ചൊല്ലിപ്പഠിച്ചും തല്ലിപ്പഠിച്ചും നമ്മളായ
ഈ രാജ്യത്തെ, നമ്മളാക്കിയ ഈ രാജ്യത്തെ സ്നേഹിച്ച് ഈ രാജ്യത്തിന്റെ ദേശീയതയിൽ ഊന്നിക്കൊണ്ടൊരു ജീവിതം സംജാതമാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളുകളാണ് നമ്മൾ. അപ്പൊ അത്തരക്കാരെ ഒറ്റപ്പെടുത്താനും അത്തരക്കാരെ വേറിട്ട് നിർത്താനും എല്ലാ കാലഘട്ടങ്ങളിലും ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ഈ മുസ്ലിം തീവ്രവാദികളെ അനുനയിപ്പിക്കാതെ, അവരെ പ്രീണിപ്പിക്കാതെ ഒരിക്കലും ഇടതനും വലതനും ഈ കേരളത്തിലെന്നല്ല ഈ രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തിനും ഇവർക്ക് നിലനിൽപ്പില്ല. അത് ഒരു ഭരണത്തിൽ വരാൻ വേണ്ടി അവർ ഏത് മാർഗം സ്വീകരിക്കും. വേണ്ടി വന്നാൽ പിണറായി വിജയൻ വീണ്ടും, ഞാൻ പറയും, നിങ്ങൾ മനസ്സിൽ കണക്ക് നോക്കണം പേരെ, പിണറായി വിജയൻ കാര്യം വളരെ വൃത്തികെട്ട ഭരണമാണ്. എന്ത് വൃത്തികേടും ചെയ്യും. ഈ രാജ്യത്ത് ആരെയും കൊള്ളയടിക്കും, ആരെയും കൊല്ലും, എത്ര കൊന്നു. ഇപ്പം ഇതൊക്കെ ചെയ്താൽ, ഇതൊക്കെ തുറന്നു പറയുന്നത് കൊണ്ടാണ് PC ജോർജിനോട് നമുക്കൊരു ആദരവുള്ളത്. കാരണം ഇവർക്കൊക്കെ എതിരെ, ഇവരുടെ ഇസ്ലാം മത പ്രീണനത്തിനെതിരെ, രാജ്യവിരുദ്ധതയ്ക്കെതിരെ ഒരാളും ശബ്ദിക്കാതിരിക്കുമ്പോൾ ഇതൊക്കെ തുറന്നു പറയാൻ ജീവഭയമില്ലാതെ സാധിക്കുന്നത് PC-ക്ക് മാത്രമാണ്. അയാൾ കൊടുത്തിരിക്കുന്ന ആളുകളുടെ എണ്ണം മനസ്സിലാക്കണം. SNDP എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ഈഴവ സമുദായമാണ്. ആ സമുദായത്തിൽ 60% ഇപ്പോഴും പിണറായി വിജയനോടൊപ്പമാണ്. ആ 60 കൂടത്തിൽ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൽ ഇപ്പോൾ തക്കം നടക്കുക. പുള്ളിയുടെ കളിയുടെ ഭാഗമായി ഒരു ഒറ്റ മുസ്ലിങ്ങളെ പിന്തുണ കൊടുത്താൽ ആൾ വീണ്ടും അധികാരത്തിൽ വരും. അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് തീർന്നു. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിൽ ഇപ്പൊ ഒരു ആവശ്യം വന്നിട്ടുള്ളത്. നന്നായി. പക്ഷേ ഇത് വലിയ അപകടകരമായ നിലയിൽ പോവാണ്. നമ്മൾ മനസ്സിലാക്കി, ഇവിടെ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട കക്ഷിയല്ല. ആകെ 11% പക്ഷേ നായരും അതുപോലെ തന്നെ വലിയ വലിയ സമുദായമല്ല. പക്ഷെ ഇവിടുത്തെ എല്ലാവർക്കും ഈഴവനെയും ദളിതനെയും അങ്ങനെ താഴ്ന്ന ജാതിയിലുള്ള ആളുകളെ സംരക്ഷിക്കാനാണ്, സഹായിക്കാനാണ് എന്ന വ്യാജേന അവരെ ഇവർക്ക് കൂട്ടിപ്പിടിക്കണം. നായരും ക്രിസ്ത്യാനിയും ഇവിടുത്തെ SC ST വിഭാഗങ്ങൾ ഒന്നിച്ചിരുന്നാൽ ഇതെല്ലാം തീരും. പിണറായിയുടെ കച്ചവടം നടക്കില്ല. അത് പിണറായിക്ക് അറിയാം. അതിനുള്ള കളിയാണ് പിണറായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കാൻ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമുണ്ട്. ഇവിടുത്തെ മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു പുസ്തകം കാണിച്ചില്ല, ഇതൊന്ന് വായിച്ചേ നമ്പ്യാരെ. മുഹമ്മദ് ഖാസിയുടെ ഇന്ത്യൻ ആക്രമണങ്ങളാണ് കാണുന്നത്. ഈ പുസ്തകം ഒന്ന് വായിക്കണം നമ്പ്യാരെ. ഇത് വായിക്കുന്ന ഏതെങ്കിലും ഹിന്ദു, അതെ ക്രിസ്ത്യാനി, മുസ്ലിമിനെ സ്നേഹിക്കും. ഇതാണ് പ്രശ്നം. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഹിന്ദു ക്രിസ്ത്യൻ കൊലപാതകങ്ങളുടെ ചരിത്രം പറഞ്ഞിരിക്കുക. ഇസ്ലാമിന്റെ ഹിസ്റ്ററി, ഇസ്ലാമിക് കൾച്ചർ, ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം, ഇസ്ലാമിന്റെ അടിത്തറയിലൂന്നിയ വിശ്വാസം കാഫിറുകളെ ഉന്മൂലനം ചെയ്യലാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? വായിച്ചപ്പോ അപ്പൊ ഇതൊക്കെ സത്യമാണ്. അപ്പം ഈ ഞാൻ പറയുന്നത്, നമ്മുടെ പ്രിയകരനായ നമ്മുടെ സാക്കറിനെ പോലെ ആളുകൾ ഈ കാര്യങ്ങളൊക്കെ വായിക്കണം. ഇങ്ങനെയും നമ്മുടെ പൊറിയുമാർ കൊള്ളയും കുറയും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭാഗം നമ്മൾ സ്വല്പം സ്നേഹവും കാണിക്കണം. നമ്മൾ സഹാനുഭൂതിയോട് പോകണം എന്ന് ചിന്തിക്കാനുള്ള ബാധ്യതയുണ്ട്. മലപ്പുറം ജില്ല എങ്ങനെ ഉണ്ടായി? EM സെക്രട്ടറി കൊടുത്തല്ലേ മലപ്പുറം ജില്ല. ആ മലപ്പുറം ജില്ലയിൽ 100% മുസ്ലിം അല്ല. അവിടെ 70% മുസ്ലിം, ബാക്കി 30% ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. 2% മുസ്ലിം ക്രിസ്ത്യാനിയുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ നമുക്കെല്ലാം നമ്മുടെ ഭരണ സംവിധാനത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ് ഇതൊക്കെ. അത് മനസ്സിലാക്കി പോകാനുള്ള മര്യാദ നമ്മൾ പരസ്പരം കാണിക്കണം. അതല്ലാതെ എല്ലാത്തിനും തട്ടിക്കളയും, എല്ലാം ഞങ്ങൾ കൈയാക്കിക്കളയും. ആ സ്വഭാവമൊക്കെ മാറ്റണം. നമുക്ക് പരസ്പരം എങ്ങനെ സഹകരിച്ച് മുന്നോട്ട് പോകാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആലോചിച്ച് നമ്പ്യാരെ, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നു. എത്രയോ ദുഃഖകരമായ സംഭവം. ഗാന്ധിജി എന്ന് പറയുന്ന ഒരു മനുഷ്യയില്ലായിരുന്നു എത്രയോ കൊലപാതകങ്ങൾ ഇന്ത്യ രാജ്യത്ത് നടക്കുമായിരുന്നു. അത് ഹിന്ദുവാ. റാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മരിച്ചത്, വെടികൊണ്ട് മരിച്ചത്. ആ മനുഷ്യൻ ചെയ്ത നല്ല മഹത്തായ കാര്യങ്ങൾ നമ്മൾ ബഹുമാനിക്കണ്ടേ? പക്ഷേ പാകിസ്ഥാൻ എന്ത് ചെയ്തു? രാജ്യവിരുദ്ധതയെ സംബന്ധിച്ച് വിമർശിക്കുകയും വേണം. പാകിസ്ഥാൻ വിഭജിച്ചപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോയ മുസ്ലിം സഹോദരങ്ങളുടെ ഭൂമി മുഴുവൻ വഖഫ് കൊടുത്തവരാണ് ഇന്ത്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. മുസ്ലിമായിരുന്നു പറഞ്ഞു. അതേപോലെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഹിന്ദുക്കളുടെ ഭൂമി പാവങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ് പാകിസ്ഥാൻ ചെയ്തത്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങളുടെ ഭൂമി വഖഫ് ബോർഡിന് സ്വന്തം. എങ്ങനെയുണ്ട്? വീണ്ടും ഇവിടെ ഇസ്ലാം വളരണ്ടേ? വഖഫ് വളരണ്ടേ? അവർക്ക് ഭൂമി വേണ്ടേ? പറയാൻ പറ്റുന്ന കാര്യമല്ല, ഞാൻ പറയുക. അപ്പൊ വഖഫ് ബോർഡ് എങ്ങനെ ഉണ്ടായത്? സാക്കർ അറിയില്ല. അല്ല, വഖഫ് ബോർഡ് എങ്ങനെ സമ്പന്നമായത്? ഭൂവുടമ ആരാ ഇപ്പൊ? റെയിൽവേയാ. രണ്ടാമത് പട്ടാളമാ. മൂന്നാമത് അതാ പറയുന്നത്. മനസ്സിലായില്ലേ? ഇതൊക്കെ എങ്ങനെ പോവും? ഇതൊക്കെ കാര്യങ്ങൾ സാക്കർ ഒന്നുകൊണ്ട് പഠിക്കുക. അപ്പൊ PC പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാവും. പിന്നെ എന്നെ ചുമ്മാ ചീത്ത പറയും, ഞാൻ അതുപോലെ ചീത്ത പറയും. അത് പൊളിച്ചു. ആവശ്യമില്ലാതെ എന്നെ ചീത്ത പറഞ്ഞാൽ ഞാനും അതുപോലെ ചീത്ത പറയും. എല്ലാവർക്കും ചീത്ത പറയാൻ അറിയാം. തെറി പറയാനും തന്തയ്ക്ക് വിളിക്കാനും ഉരുളയ്ക്കുപ്പേരി പോലെ തിരിച്ചു പറയാനും തെളിവുകൾ ഉറപ്പിച്ചു കൊടുക്കാനും എല്ലാവർക്കും പറ്റും.
പക്ഷേ ചിലരെ പോലെ തരം താഴാൻ പറ്റാത്തതുകൊണ്ട്, സമൂഹത്തിൽ നമുക്കുള്ള വിലയല്ല നമ്മളെ എതിർക്കുന്ന ആളുകൾക്കുള്ളത്. അതുകൊണ്ടാണ് ക്ഷമിച്ചു പോകുന്നത്. PC പൊളിച്ചു. നന്ദി.